ഈ പരിപാടി നമ്മൾ നിർത്തണം കേട്ടോ. അടിയന്തരമായിട്ട് നിർത്തണം. നമ്മളെ കയ്യിൽ നിന്ന് പിടുത്തമിട്ട് പോവാണ് അല്ലേ? പുതിയ ട്രെൻഡ് ലൈൻ ഷക്കർത്തും ലസീദന്നക്കും എന്ന് പറയുന്ന വിശുദ്ധമായ ഖുർആൻ്റെ ആയത്തുകൾ നമ്മൾ വണ്ടിൻ്റെ പുറത്ത് എഴുതിക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലേ? കാറിൻ്റെ ബാക്കിൽ, വാഹനങ്ങളുടെ ബാക്കിലെ ഗ്ലാസ്സിലാണ് പ്രധാനമായിട്ട് എഴുതി വെക്കുന്നത്. വിശുദ്ധമായ ആയത്തുകൾ, ഹദീത്തുകളൊന്നും ഒരിക്കലും ഇത്ര മലിനമായി കിടക്കുന്ന, പൊടി പിടിച്ച് കിടക്കുന്ന, നജസായി കിടക്കുന്ന ഇടങ്ങളിൽ എഴുതി വെക്കാനുള്ളതല്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. പക്ഷേ എവിടെയോ ഒരു അബദ്ധം നമുക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ആയത്ത് സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തന്നുകൊണ്ടേയിരിക്കുന്നതാണ് അള്ളാഹു താല പറയണത്. അള്ളാഹു താല സമ്മതിക്കുന്ന ഓരോ മനുഷ്യനോടാണ്. എന്നിട്ട് നമ്മൾ ഇതെവിടെ കൊണ്ടേ എഴുതി വെക്കണ അറിയോ? നാട്ടുകാർ കാണുന്നിടത്ത്. ഒട്ടിക്കുന്ന ആളെ ഒട്ടിച്ച സമയത്ത് മാത്രം കണ്ട വണ്ടി കയറുന്ന ആളോ യാത്രക്കാരൊന്നും പിന്നീട് ശ്രദ്ധിക്കാത്ത ബാക്കിലെ ക്ലാസ്സിൽ കാണുന്നത് നാട്ടുകാർ മാത്രം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന എവിടെയാണ് അറിയാം? വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് പൊടി പിടിച്ചടക്കം പോലെ കാക്കൻ കിളികളൊക്കെ മോശമാക്കി എടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണുമ്പോഴാണ് സങ്കടത്തോട് കൂടിയിട്ട് നമ്മൾ സംഗതികൾ ഓർക്കുന്നത്. മോശമാണ് ഇത്തരം ട്രെൻഡുകളൊക്കെ. നല്ല സംഗതികൾ എന്ന് പറഞ്ഞാൽ നല്ലതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ഖുർആനും ഹദീസും തഅലീമുമാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു താല ആദരിച്ചതിനെ ആദരിക്കണം. ആ ആദരവും ബഹുമാനവും ഇല്ലാത്ത ഇടങ്ങളിൽ ഒരിക്കലും ഖുർആൻ, ഹദീസ് പോലത്തെ വിശുദ്ധമായ സംഗതികൾ ഒരിക്കലും നമ്മൾ കൊണ്ടുവരരുത്. നമ്മൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ ആയത്ത് എവിടെയാണ് എഴുതി വെക്കേണ്ടി അറിയാങ്ങൾക്ക്? ഇവിടെ നമ്മളെ മനസ്സിൽ. ഇനി ആ മനസ്സിലത് കുത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്നും നിരന്തരമായിട്ട് കാണുന്ന ഇടങ്ങളിൽ എഴുതി വെക്കി, അതിൻ്റെ ഹുർമത്തോട് കൂടിയിട്ട്, അതിൻ്റെ മാന്യതയോട് കൂടിയിട്ട്, ബഹുമാനത്തോട് കൂടിയിട്ട്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.